എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഫിനാലെ വീക്കിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്തായാലും ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമാണ്. ആ ആഘോഷം ഇരട്ടിയാക്കാൻ നമ്മൾ ഈ ഒരു വീക്ക് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേട്ടന്മാരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ശരി, അപ്പൊ എന്തായാലും ലോകമെമ്പാടുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ ഫിനാലെയാണ് ഈ ഒരു വീക്ക്. നമ്മൾ 12 മ്യൂസിക്കൽ വൈഫ്സും ആയിട്ടാണ് നമ്മുടെ ഈ യാത്ര തുടങ്ങിയത്. നമ്മുടെ പ്രിലിമിനറി റൗണ്ടും ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും കഴിഞ്ഞ് നമ്മൾ ഫിനാലയിൽ എത്തിയിരിക്കുന്നു. 5 മ്യൂസിക്കൽ വൈഫ്സ് ആണ് ഇന്നത്തെ മത്സരത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ മത്സര ചൂടുണ്ട്, ഒപ്പം ക്രിസ്മസിന്റെ കുറച്ച് തണുപ്പുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട 2 പേരുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ കാര്യക്കാരായ നമ്മുടെ സ്വന്തം 2 ജഡ്ജസ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ജി വേണുഗോപാൽ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ. അപ്പോ വേണുചേട്ടാ, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ദി വ്യൂവേഴ്സ് ഫ്ലവേഴ്സിന്റെ. അപ്പൊ വേണുചേട്ടാ, 2 ദിവസം കഴിഞ്ഞാൽ അതാ ക്രിസ്മസ് എത്തി. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വേണുചേട്ടന്റെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? വളരെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആരോഗ്യമുണ്ട്. ഞാനേ നിനക്ക് ഒരു ആശംസ. ഈ ഒരു ക്രിസ്മസ് നീ ഒറ്റയ്ക്കുള്ള നിന്റെ അവസാനത്തെ ക്രിസ്മസ് ആവട്ടെ. ഇനി അടുത്ത ക്രിസ്മസിന് നിന്റെ ജീവിത വല്ലരി ഒരു പൂവ് കൂടി വിരിയട്ടെ. എന്തായാലും നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. സാധാരണ എല്ലാ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേണിച്ചാട്ട് 2 പേര് പാടിയിട്ടൊക്കെയല്ലേ വരുന്നേ? അത് ഒരു മാറ്റമില്ല. എന്നിപ്പോ പാടും. ഓക്കെ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപ്പീലി കണ്ണ് മാമ്പുള്ളി ചോണങ്ങ് മെയ്യാസകലം പൊന്ന്. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപ്പീലി കണ്ണ് മാമ്പുള്ളി ചോണങ്ങ് മെയ്യാസകലം പൊന്ന്. മനസ്സിനകത്തൊരു പെണ്ണ്. പാട്ട് കലക്കി. ഇതിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാവുന്നതാണ് പ്രതീക്ഷിച്ചത്. ഇതിപ്പോ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയ പാട്ട് പോലെയുണ്ടല്ലോ. ആണോ? നിന്റെ മനസ്സാണത്. ഓഹോ, എന്റെ മനസ്സിൽ ആ ഒരാളെ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഫിനാലയുടെ മത്സര ചൂടുണ്ട്. അപ്പൊ റെഡി ആണല്ലോ? അപ്പൊ ഇനി അടുത്ത ഒരാളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. വേണിച്ചാണ് ഒരു കൂട്ട് നമ്മുടെ അടുത്ത കാര്യക്കാരി വിളിക്കാം. ലെറ്റ്സ് വെൽക്കം മഞ്ജരി. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിയിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ. പേരില്ലേ നാളില്ലേ എന്താണെന്ന് ഏതാണെന്ന് എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നെയില്ലെന്നോ. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. മഞ്ജരി, അങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസ് വീക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ഫിനാലെയാണ്. നമ്മൾ 12 മത്സരാർത്ഥികളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 5 മത്സരാർത്ഥികളായി നിൽക്കുവാണ്. എന്താണ് ഇപ്പൊ ഞങ്ങളോട് പറയാനുള്ളത്? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാടി നടന്നിരുന്നത് ക്രിസ്മസ് പാട്ടുകളും. അങ്ങനെ അവരാണ് എന്നെ ഒരു പ്രൊമോട്ട് ചെയ്തിരുന്നത് മസ്കറ്റിലൊക്കെ. അപ്പോൾ ആദ്യത്തെ എന്റെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഈ ക്രിസ്മസ് പാട്ടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. ചൈൽഡ്ഹുഡ് ഡേയ്സിലേക്ക് പോകും. അതുപോലെ ഒരുപാട് പുറകിലോട്ട് പോകുന്നുണ്ട് ക്രിസ്മസ് ആവുമ്പോഴും. അപ്പോ ഇപ്പോഴൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോ എന്താണ്, പ്ലം കേക്കും എന്താന്നറിയില്ല. ഇപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് കൂടുതലും തോന്നുന്നത്. ഭക്ഷണ സാധനത്തിലോട്ടാണ്. അതെ, ക്രിസ്മസ് കേക്ക്, പിന്നെ ക്രിസ്മസ് പപ്പ, അങ്ങനെ ക്രിസ്മസ് കാരോള്. ഇപ്പൊ കാരോളിന്റെ ഒക്കെ ഒരു സ്റ്റൈല് മാറിയില്ലേ?
അപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് ചിരിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു കളറും അതിൻ്റെ മേലെ ഇങ്ങനെ ബെൽസ് ഒക്കെ ഇങ്ങനെ വെച്ച് ഒക്കെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. അവിടെ അറിയാലോ, ആഘോഷിക്കുന്നതാണല്ലോ. ഉറപ്പായിട്ടും നമ്മൾ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണം. പിന്നെ ഫിനാലയെ പറ്റി എന്താണ് പറയുള്ളത്? ഇപ്പൊ 5 മത്സരാർത്ഥികളാണ് ഈ ഫിനാലയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. നമ്മുടെ മത്സരത്തിന്റെ ചൂടുണ്ടെങ്കിലും ഒപ്പം ക്രിസ്മസിന്റെ തണുപ്പുണ്ട്. ക്രിസ്മസിന്റെ സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ, പ്രത്യേകിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിന് ടെൻഷൻ ഇല്ലാതെ പാട്ട് പാടാൻ പറ്റട്ടെ ഈ ഒരു വീക്ക് അല്ലേ? കാരണം ഫിനാലെ അല്ലേ. ഇപ്പൊ സെമി ഫൈനൽസ് ആയ ക്വാർട്ടർ ഫൈനൽസിലൊക്കെ ഇവർക്ക് ടെൻഷനാ. ആദ്യം അവസാനം പാടുന്ന ആൾക്കൊക്കെ ടെൻഷനാ. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ സംസാരിച്ചു, വേണിച്ചേട്ടനായാലും നമ്മളെ കണ്ട എന്തായാലും അങ്ങനെ ടെൻഷൻ അടിക്കുന്ന മുഖങ്ങളായിട്ട് തോന്നുവോ? സാധ്യതയില്ല. അപ്പൊ ഇത്രയും സുന്ദരനും സുമുഖിയായിട്ട് വന്നിരിക്കുന്ന നിങ്ങളെ കണ്ട ആർക്ക് ടെൻഷൻ അടിക്കാൻ തോന്നുന്ന? അതെ, എന്തായാലും ഡെയിനെ കണ്ടിട്ടായിരിക്കും ഇനി ടെൻഷൻ. അതായിരിക്കാം ചിലപ്പോൾ. ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഗെറ്റപ്പിലല്ലോ വന്നോണ്ടിരിക്കുന്ന ഒരു മര്യാദയുണ്ട്. കൊള്ളാം. വൈറ്റ് ആൻഡ് വൈറ്റ്. ഇത് കോസ്റ്റ്യൂമിലും അത്ര മര്യാദ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും രണ്ടുപേരുടെയും കോസ്റ്റ്യൂം ഒക്കെ കളിക്കും. നമ്മൾ രണ്ടുപേരും മാച്ചാണ്. മഞ്ജരി ഒരു മാച്ച് അല്ലാതെ വന്നിട്ടുണ്ടെങ്കിലും നല്ല രസമുണ്ട്. അതെന്താ നിങ്ങൾ വെള്ളയുടെ ഇതിങ്ങനെ എടുത്ത് നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഈ വെള്ളിയിടാൻ വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാൻ ഒരാൾക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് മാച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളും തുടക്കം കുറിക്കുവാണ്, നമ്മുടെ ഫിനാലിയും തുടക്കം കുറിക്കുവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് രണ്ടുപേരും സീറ്റിലോട്ട് പൊക്കോളൂ. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റട്ടെ. അതെ, രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഫിനാലെ ആണ്. രണ്ടുപേരും ഗ്യാപ്പ് കിട്ടുമ്പോഴുള്ള സംസാരം, പലകാരത്തീറ്റ, ഈ വക പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം. ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മൾ. ക്രിസ്മസ് കേക്ക് എന്തായാലും ഞങ്ങൾ കഴിച്ചിരിക്കും. ക്രിസ്മസ് കേക്ക് കഴിച്ചോളൂ. അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്നെ ഓർക്കുക. ഒറ്റയ്ക്കുള്ള തീറ്റ അവസാനിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓർക്കാറുണ്ട്, പക്ഷെ കിട്ടുന്നായിരിക്കണ്ട. എന്തായാലും നമ്മുടെ ഈ ഷോയുടെ 2 കാര്യക്കാര് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ 3 സീറ്റ് ഉണ്ട്. അപ്പോ ഫിനാലെയും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വേണ്ടേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഗസ് ഒക്കെ ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ക്ലൂ ഒക്കെ തരാം. തരൂ ക്ലൂ. പൂച്ചയിലുണ്ട്, പട്ടിയിലില്ല. മൃഗമാണോ? മൃഗമല്ല. പിന്നെന്താ? ഈ ക്ലൂവും കേട്ട് ആ സ്പെഷ്യൽ ഗസ്റ്റ് വന്ന് ആദ്യം അടിക്കുന്നത് തന്നെയായിരിക്കും. പൂച്ച, പട്ടി, പൂച്ച. ക്ലൂ കുറച്ച് ടഫായി പോയോ? ചട്ടിയോ? വേണിച്ചേട്ടാ ഗസ് ചെയ്ത് നോക്കൂ. ആരാ? എന്താ ഇങ്ങനെ ഒരു ക്ലൂ പറഞ്ഞാ എന്താ? പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ഐ മീൻ ലേഡീസ് ആണോ ജെന്റ്സ് ആണോ? ലേഡീസ് ആണ്. ലേഡീസ് ആണ്. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണല്ലോ. അപ്പൊ ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മ. സുന്ദരിയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഗസ്റ്റ് ആണ്. അതിപ്പോ എല്ലാ നടിമാരും സുന്ദരിമാരല്ലേ? സുന്ദരിമാരാണ്. എന്നാലും ഈ ഒരു ഗസ്റ്റിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വർണ്ണിച്ചേനെ. എനിക്ക് പഴയകാല നടിയാണ്. പഴയകാല നടിയല്ല, പുതിയ കാല നടിയാണ്. പ്രസന്റ് ആയിട്ട്. അതെ, പക്ഷെ ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. ഞാൻ വേറൊരു ക്ലൂ കൂടി തരാം. ഒരു അച്ചായത്തിയാണ്. ഏതാണ്ടൊക്കെ പിടികിട്ടി വരുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ ഏറ്റവും യോഗ്യയായ ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം മിയ ജോർജ്. പ്രണയമേ അരികിൽ വന്നു നീ. ഒരു സുഖമുറവിൽ ഉരുകുകയാണിൻ ഹൃദയമേ, വെറുതെ നിന്നു ഞാൻ. തോഴി ഒരു നോവ് പോലെരിയും നിതാ തിരി. ഏതോ കിനാവിൽ നിറയും
നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു മിയ മിയ ആ. സ്വാഗതം മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ലേക്ക്. താങ്ക് യു ഒരു മിനിറ്റ്, എല്ലാവർക്കും താങ്ക്സ്, നന്ദിയുണ്ട് ഒരുപാട്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? പെട്ടെന്ന് ഒറ്റ വാക്കിൽ നന്ദിയും പറഞ്ഞ അവരെങ്ങ് പറഞ്ഞു വിട്ടല്ലേ. ആ പിള്ളേർ ഇത്രയും കാര്യമായിട്ട് വന്ന് ഡാൻസ് ഒക്കെ ചെയ്തതല്ലേ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാൽ ഒരു മുല്ലപ്പൂവെങ്കിലും ആ പിള്ളേർക്കും കൂടെ കൊടുത്തു വിടാൻ പറ്റില്ല. ആകെ 2 പ്ലാസ്റ്റിക് പൂവ് കിട്ടിയത്, അത് മിയക്ക് തന്നപ്പോ വേറെ പൂവൊന്നുമില്ല എന്റെ കയ്യില്. ഇതെറിഞ്ഞു കൊടുത്താലോ? വേണ്ടല്ലേ? വേണ്ട, തൽക്കാലം ഞാൻ പിടിക്കാം. പിന്നെ എല്ലാവർക്കും സ്നേഹമുണ്ട്. താങ്ക് യു മാത്രമല്ല കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഇത് നമ്മള് ക്രിസ്മസ് സ്പെഷ്യൽ അല്ലേ? അതെ. ഇവിടെ കുറെ സ്റ്റാറും സംഭവം ഒക്കെ ഉണ്ട്. സെറ്റപ്പ് സ്റ്റേജ് ഒക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേദിയിൽ 2 സ്റ്റാർ. എന്റെ അമ്മേ, ഡെയിൻ എന്താ തൊപ്പി വെക്കാത്ത? ഈ ചേട്ടന്മാർക്ക് എല്ലാം ക്രിസ്മസ് തൊപ്പി എല്ലാം കൊടുത്ത് ഇവർക്ക് നല്ല കറക്റ്റ് കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട്. ഡെയിൻ എന്താ ഒന്നുകിൽ ക്രിസ്മസ് പാപ്പ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തൊപ്പിയെങ്കിലും ഒന്ന് വെക്കണ്ടേ? തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. ഞാൻ പൊതുവെ ഈ വേദിയിൽ വരുന്ന എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരായിട്ട് കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ച സൗന്ദര്യം പോകത്തൊന്നുമില്ല. അല്ല, ഞാൻ കുറച്ച് പുറകോട്ട് നിന്നതാ. ഇവര് തിളങ്ങട്ടെ, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇന്ന് ഇവരുടെ ദിവസമല്ലേ, ഇവരെല്ലാരും അടിച്ചു പൊളിക്കട്ടെ. എന്താ കൊള്ളാം കൊള്ളാം. അപ്പൊ പോലെ ഷൈനിങ് ആകട്ടോ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? ത്യാഗം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ആണല്ലോ. ക്രിസ്തുവിന്റെ ആ ഒരു ത്യാഗമാണ് ഡെയിൻ. അത് എന്നിൽ നിന്ന് പ്രതിഫലിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് പൂ അവിടെങ്കിലും കൊടുത്തല്ലോ. ഞാനൊക്കെ ഇവിടെ എത്ര നാളെ ഇവിടെ ഇരിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിഥികളെ സ്വീകരിക്കുക, അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുക, എന്റർടൈൻ ചെയ്യിപ്പിക്കുക. അതാണല്ലോ നമ്മുടെ 3 ഇന്ന് വെച്ച് കുടുംബത്തിലുള്ളവർക്ക് ഒരു മുല്ലപ്പൂവെങ്കിലും കൊടുക്കണ്ടേ? ഇവർക്ക് മുല്ലപ്പൂ എന്തിനു കൊടുക്കുന്നത്? ഞാൻ അല്ലാതെ തന്നെ പല പല പൂക്കളായിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും. സ്നേഹപ്പൂക്കൾ, ജീവിതകാലം മൊത്തം ഓർത്തിരിക്കുന്ന പൂക്കൾ. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ വാടിപ്പോവും. അങ്ങനെയല്ല ഞാൻ തരുന്ന പൂക്കൾ. ശരി, നമുക്ക് ഈ പൂവ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഒന്ന് തെന്നി മാറിയാലോ? മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ ഫിനാലെയാണ് ഈ ഒരു വീക്ക്. നമ്മൾ പ്രിലിമിനറി റൗണ്ടും ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും കഴിഞ്ഞ് 4ാം വാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ 5 മത്സരാർത്ഥികളാണ് നമ്മുടെ മത്സര ചൂടിന് വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന്റെ തണുപ്പുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോ ഈ ഒരു വേദിയിൽ വരുമ്പോൾ ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? ആദ്യമേ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു പരിപാടിയിൽ വരാൻ പറ്റിയതിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടമുള്ള 2 സിംഗേഴ്സ് ആണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ മഞ്ജു ചേച്ചി ഞാൻ നേരത്തെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. വേണുചേട്ടന് ഇതുവരെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ആ സ്നേഹം എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ളത് കൊണ്ട് വേണുചേട്ടൻ്റെ മകനെ ഞാനൊരു ഷോയ്ക്ക് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് പറയണം കേട്ടോ, മീ അന്വേഷിച്ചു എന്നൊന്ന് പറയണം. എന്നിട്ട് വേണുചേട്ടൻ്റെ മോൻ അത് അറിയിച്ചായിരുന്നോ? അറിയിച്ചു. സത്യം അറിയിച്ചു. ഓക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 സിംഗേഴ്സ് ആണ്. അപ്പം നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഇന്നത്തെ ഈ ഒരു മ്യൂസിക്കൽ ഈ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എപ്പോഴും അല്ലെ ഒരു സന്തോഷം, ഒരു മ്യൂസിക്, ആ ഒരു കാംനെസ്, ഒരു അതെ അതെ അങ്ങനത്തെ ഒരു നല്ലൊരു വർഷത്തിലെ ഒരു നല്ലൊരു സമയമാണ് ഡിസംബർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്തായാലും ഈ ഒരു ദിവസം അവരുടെ 2 പേരുടെ നടുവിലിരുന്ന് ജഡ്ജ് ചെയ്യാനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്തായിരുന്നു മ്യൂസിക് റിയാലിറ്റി ഷോ? ജഡ്ജ് ചെയ്യാൻ അവരുണ്ട്, ഞാനിരുന്ന് ആസ്വദിക്കുക, എന്താണ് മോട്ടിവേഷൻ കൊടുക്കുക, എന്നൊക്കെ പറഞ്ഞ് വീട്ടമ്മമാർക്ക് ഞാൻ മോട്ടിവേഷൻ കൊടുക്കും. വീട്ടമ്മമാർക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ്, അവരുടെ ഒരു പ്രതിനിധിയാണ് ഇന്ന് അല്ലേ? ശരി, ഞാൻ അവരുടെ ആളാണ് ഞാൻ. ഇവര് ജഡ്ജസ്, ഞാൻ വീട്ടമ്മ, ഞാൻ കണ്ടസ്റ്റൻസിന്റെ ആളാ. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ, മിയ എങ്ങനെ വന്ന് 2 ഡാൻസ് കളിച്ചാൽ നമുക്ക് എങ്ങനെയാ ഒരു 4 പേരൊക്കെ പാടുന്നത് കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ മിയയുടെ ഒരു പാട്ട് നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ? അല്ല, ഞാൻ വരെ പാട്ട് പാടി. അതെ, ഡെയിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതിനെ ഞങ്ങൾ പാട്ടായിട്ട് കൂട്ടിയിട്ടില്ല. മഞ്ജരി, ഡെയിനെ വരുന്ന അതിഥികളോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അവരെ വെറുതെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപമാനിക്കരുത്. ഇല്ല, ഞാൻ എന്തായാലും പാടി തെളിയിച്ച ആളാണ്. മിയയുടെ ഒരു പാട്ടൊന്ന് പാടി ഞങ്ങൾക്കൊന്ന് കേൾക്കണം ആഗ്രഹമുണ്ട്. എന്തായാലും ക്രിസ്മസ് ആണ്. മിയ ഇവിടെ വരുന്നതിന് മുന്നേ ഡെയിൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോളൂ. മിയെ കുറിച്ച് ഒരു ക്ലൂ തന്നു ഞങ്ങൾക്ക്. അതായത് സുന്ദരിയായ ഒരു ആക്ട്രസ്. അതൊക്കെ അതിന് മുന്നേ ഒരു ക്ലൂ ഇട്ടിരുന്നു. അതൊന്ന് പറഞ്ഞു കൊടുക്കൂ.
ഞാൻ അങ്ങനെ ക്ലൂ ഒക്കെ കൊടുക്കുന്നു, മിയ വിശ്വസിക്കുന്നു. നമ്മൾ എത്ര നാളായിട്ട് കാണാൻ തുടങ്ങിയ ആൾക്കാരാ. വേണുചേട്ടൻ അങ്ങനെ കള്ളൊന്നും പറയത്തില്ല. ആണോ? അതാണ് ആ ക്ലൂവിലുള്ള എന്ത് പറഞ്ഞേ? പൂച്ചയിലുണ്ട് പട്ടിയിലില്ലെന്നോ? വായിൽ വന്ന ഒരു ക്ലൂ പെട്ടെന്ന് പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. അത് ഏത് രീതിയിലാണ് ഇവിടെ? അതിലെ തമാശ കിട്ടിയില്ല. ഇതാണ് പ്രശ്നം. ഞാൻ ഒരു 10 കോമഡിയോടെ പറയും, അതിൽ 8 പാളിപ്പോവാ. ഇത് 8 ഞാൻ എന്നിട്ട് വിശദീകരിക്കേണ്ട അവസ്ഥ. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കോമഡി. എന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ആ കോമഡി കിട്ടിയില്ല? പൂച്ച മിയാവ്, പട്ടി ബൗ ബൗ. മനസ്സിലായി, കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടി. ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ പട്ടിക്കുട്ടി ഒരിക്കലും ഞാവൊന്നും കരയാറില്ല. മിയയ്ക്ക് ഓരോ വർഷത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് നല്ല നല്ല ഓർമ്മകൾ വരുന്നത്? എനിക്ക് ക്രിസ്മസ് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്തോഷം, ഒരു പീസ്, കാം, അങ്ങനത്തെ ഒരു മ്യൂസിക്കൽ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് അല്ലെ. ഭയങ്കര സൂതിങ് ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള ഒരു ടൈമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ക്രിസ്മസ് കൂടും, ട്രീയും, പാട്ടും, ഫുഡും, അതൊക്കെയാണ്. അല്ല, മിയ മാതാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ പഴയ ഒരു നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ സ്ഥിരമായിട്ട് ഒരു മാതാവ് തന്നെയായിരുന്നു ഏതെങ്കിലും അതെ അതെ. സ്കൂളിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും ആദ്യമേ LKG പഠിക്കുന്ന സമയത്ത് ഈ ചെറിയ ടാബ്ലോ എന്നൊക്കെ പറയത്തില്ലേ, അതായത് 1 മിനിറ്റ് അനങ്ങാതെ നമ്മളിങ്ങനെ സ്റ്റാച്യു പോലെ ക്യാരക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഏറ്റവും ആദ്യമേ ഞാനൊരു ക്യാരക്ടറായിട്ട് നിന്നിട്ടുള്ളത് മാതാവാണ്. അപ്പൊ ഞാൻ മാതാവ്, ഒരു യോസപിതാവായിട്ട് ക്ലാസ്സിൽ ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. നടുക്കൊരു ഉള്ളതിലെ ഏറ്റവും ഭീകരി കൊച്ചിനെ എന്തോ ഉണ്ണീശോയായിട്ട് അവിടെ നടുക്ക് കിടത്തിയിട്ട് കണ്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് 1 മിനിറ്റ് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന, അങ്ങനെയാണ് ഞാൻ ആദ്യമേ, എനിക്ക് തോന്നുന്നു ഞാൻ മാതാവായിട്ടാണ് എന്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തെന്ന്. ആദ്യമായിട്ട് ഇവിടെ വന്ന ഒരു മാതാവ് മിയ. അതെ, ക്രിസ്മസിന് നമുക്കൊരു മാതാവിനെ പിന്നെ ഒരു ഉണ്ണിയേശുവിനെയും. മനസ്സിലായില്ല? ഇല്ല. ചെറുപ്പത്തില് ഞാനും ടേബിളൊക്കെ ചെയ്യാറുള്ള ആളാണ്. സീരിയസ്ലി. അതെ, അന്ന് നല്ല ക്യൂട്ടായിരുന്നു. ഇന്നാണ് ഇത്ര വൃത്തികേടില്ലെന്ന്. അതെ, സത്യം. എന്താ യൂദാസോ? ഇപ്പൊ യൂദാസല്ലേ, ഇപ്പൊ ആ പരിസരത്തേക്ക് ഞാൻ അടുപ്പിക്കുന്നില്ല. അതാണ് സത്യം. അല്ല, ആ സമയത്ത് ഉണ്ണിയേശു ആയിരുന്നു സീരിയസ്ലി. പക്ഷെ ഞാൻ ഈ മാതാവിന്റെ ഉണ്ണിയേശുവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാനത് വിശദീകരിക്കണോ? ഞാൻ മിയ എന്ന് പറയുന്ന അമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ മാധവന്റെ വിശേഷങ്ങൾ പറയൂ. എന്താണ് ഇപ്പൊ ആ ഭാവിയായിട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ, ഒരുക്കങ്ങളൊക്കെ? കൊച്ചിന് 2.5 വയസ്സായി. ഇപ്പൊ 2.5 വയസ്സായപ്പോ എല്ലാം കൈയെത്തി, എല്ലാം എടുക്കുക, പിടിക്കുക, എറിയുക, അങ്ങനത്തെ അലങ്കോലമാക്കുന്ന ഒരു സ്റ്റേജാണ് ഇത്. അത് കാരണം ഇത്തവണ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയില്ല, ഒന്നും ചെയ്തില്ല. കാരണം എന്തായാലും കഴിഞ്ഞ വർഷം തന്നെ ഒരു ട്രീ നമ്മൾ ഇങ്ങനെ ചെറിയ തോതിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ എല്ലാം വെച്ച് 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഓരോന്നും ഓരോ സ്ഥലത്താണ്. അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു അടുത്ത വർഷത്തെ ആകുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് കാരണം അവന്റെ കൈയെത്തും തരത്തിലുള്ള നമ്മൾ ഒന്നും വെച്ചില്ല. എല്ലാം ഇങ്ങനെ തട്ടിലൊക്കെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളും ക്യൂരിയോസും അതും ഇതൊക്കെ വെച്ചിങ്ങനെ, അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ ക്രിസ്മസ് വൈബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതർവൈസ് വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാം ബാൽക്കണിയുടെ താഴോട്ടൊക്കെ എറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു, 4 ഒരു പാട്ട് പാടി പറഞ്ഞില്ലല്ലേ? കുഴപ്പമില്ല, ഭയങ്കര ഓർമ്മശക്തിയാണ്. അതെ, നല്ല ഓർമ്മശക്തിയാ. അതെ, പക്ഷെ ആ പാട്ട് ഇപ്പൊ പാടണ്ട. എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടങ്ങാം. നമ്മുടെ മത്സരാർത്ഥികളൊക്കെ നല്ല ആ വാശിയേറിയ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ മിയയുടെ പാട്ട് ഇതിന്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കാം. പക്ഷെ ഞാൻ മറക്കില്ല ആ പാട്ടിനെ പറ്റി, കേട്ടോ. നമ്മൾ ഇന്നും നാളെ ആഘോഷിക്കുകയാണല്ലോ. ആഘോഷത്തിൽ മിയയുടെ ഒരു പാട്ട് അത് നിർബന്ധം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ഫിനാലെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പൊ കണ്ടസ്റ്റന്റ്സിന് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. കിഡിലും ഒരു ഇവന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ആ പ്രതീക്ഷ തെറ്റില്ല. കാരണം ആരെ പരിപാടി അവതരിപ്പിക്കുന്നേ അവിടെ ചെന്നിരുന്നു. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി.
ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേഥലേം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊന്നിരുമേനി രാജാധിരാജന്റെ പൊന്നിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രാജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ ഫിനാലെ നമ്മളിതാ ഇവിടെ തുടങ്ങുവാണ്. നമ്മുടെ 3 ജഡ്ജസും ഇവിടെ റെഡിയാണ്. ഇന്നത്തെ നമ്മുടെ മത്സരങ്ങൾ കാണാനായിട്ട് നിങ്ങൾ 3 പേര് മാത്രമല്ല, നമ്മൾ കുറച്ച് സീനിയേഴ്സിനെ ഇറക്കിയിരിക്കുക. അവർ സീനിയേഴ്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പൊ അവരൊക്കെ സെലിബ്രിറ്റി സിംഗേഴ്സ് ആണ്, പ്ലേ ബാക്ക് സിംഗേഴ്സ് ആണ്. അവരുടെ ഡേറ്റ് തന്നെ കിട്ടാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ആരായിരിക്കും? ആരാ? മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1ലെ കണ്ടസ്റ്റൻസ്. അവരെല്ലാവരും നമ്മുടെ ചാപ്റ്റർ 2ലെ മത്സരാർത്ഥികളുടെ മത്സരം കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും സുന്ദരിമാരായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പലരുടെയും ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതിരാ പ്ലേ ബാക്ക് സിംഗറായി എന്നൊക്കെ കേട്ടു, ശരിയാണോ? അതെ, അത് ട്രാക്ക് പാടിയിരുന്നാണ് കുറച്ചാൾ മുന്നേ, അത് ഫൈനലായി. വെരി ഗുഡ്. അപ്പോ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ഈ വേദിയിൽ നിന്ന് ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സിന് നമുക്ക് കിട്ടുവാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷല്ലേ. അതെ, ഇവിടുന്ന് വന്ന് പാടിയിട്ട് പോയ ആൾക്കാർക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്ന് പറയുമ്പോ വലിയ സന്തോഷമുള്ള കാര്യം. സത്യം. അവര് ഒരു സാധാരണ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് ഈ വേദിയിലേക്ക് വരുന്നു. അവരുടെ ലൈഫ് ഇങ്ങനെ മാറുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ് അല്ലേ? അതെ അതെ. ശരി, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ മത്സരം കാണാനായിട്ട്. നമ്മൾ പ്രേക്ഷകരും ഞാനും എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ 5 മ്യൂസിക്കൽ വൈവ്സിന്റെ ഈ തകർപ്പൻ പെർഫോമൻസുകൾ കാണാനായിട്ട്. ഇനി നമ്മുടെ 5 മ്യൂസിക്കൽ വൈവ്സിനെ ഒരുമിച്ച് നമുക്ക് ഈ ഫിനാലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? യെസ്. അപ്പോ ലെറ്റ്സ് വെൽക്കം അവർ മ്യൂസിക്കൽ വൈവ്സ്. അങ്ങനെ എന്റെ ഇടവും വലവും ദാ നമ്മുടെ 5 മ്യൂസിക്കൽ വൈസും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ 5 ഫൈനലിസ്റ്റ്. 5 പേരും ഉഷാറാണല്ലോ? ടെൻഷനൊന്നും ഇല്ലല്ലോ? ഫിനാലെ ആണ്, പിന്നെ ക്രിസ്മസ് ആഘോഷങ്ങളാണ്. അപ്പോ ആഘോഷമൊക്കെ ഉള്ളതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേണിച്ചേട്ടൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു വിശ്വസ് കേട്ടായിരുന്നു ആരെങ്കിലും?
ക്രിസ്മസ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ഒക്കെ ആഘോഷമാണ്. അപ്പൊ സമാധാനത്തിൽ പാട്ട് പാടുക അല്ലേ? ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. ഫിനാലെയാണ്, അതിന്റെ കുറച്ച് ടെൻഷൻ ആവാം. പക്ഷെ ഇവിടെ മത്സരിക്കുമ്പോൾ ടെൻഷൻ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിപ്പിക്കണ്ടോ? ശരി, ഓക്കെ. വേണു ചേട്ടാ, നമ്മുടെ 5 ഫൈനലിസ്റ്റുകളാണ്, നമ്മുടെ 5 മ്യൂസിക്കൽ വൈഫ്സ്. എന്താണ് പറയാനുള്ളത്? എല്ലാവരും ധൈര്യമായി അറിയാവുന്നത് പാടൂ. നന്നായി, ഞങ്ങള് വി വിൽ എൻകറേജ്. പക്ഷേ ഞങ്ങക്ക് മാർക്കിട്ടേ പറ്റൂ, അതുകൊണ്ട് മാർക്കും ഇടും. ബട്ട് ബി ബോൾഡ്, ഗട്ട്സ്, ഫുൾ ഓഫ് ഗട്ട്സ്. ധൈര്യമായിട്ട് പാടൂ, പാടി തകർക്കൂ, അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ച് ധൈര്യം വന്നിട്ടല്ലോ. ഇനി ശരി, മഞ്ജരി ഞാൻ പറയട്ടെ? ഇപ്പൊ പറയും. പൊട്ടിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരുടെയും മുഖത്തൊരു വെപ്രാളം കാണുന്നുണ്ട്. മോട്ടിവേഷന് മിയ അതെ, അതിലോട്ട് എത്തുവാണ്. ആദ്യമേ തന്നെ എല്ലാവരുടെയും ചിരിച്ച മുഖം കണ്ടപ്പോ സന്തോഷമായിട്ട്. നിങ്ങൾ ആദ്യമേ വന്ന് നിന്നപ്പോ ഒരു ടെൻഷനൊക്കെ ഉള്ള ഒരു മുഖമായിരുന്നു. ഇപ്പൊ ഇത്രയും ഒന്ന് നിന്ന് അല്ലേ, ആ ഒരു ഐസൊക്കെ വിട്ട പോലെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. മുഖത്തൊരു പ്രസന്നത, ചിരി ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാട്ടായാലും ഡാൻസ് ആയാലും അത് എന്തൊരു കാര്യമാണേലും അവനവൻ ആദ്യമേ എൻജോയ് ചെയ്ത് അവനവൻ എനിക്ക് ഞാൻ സന്തോഷമായി, ഞാനത് പ്രസന്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ തന്നെ അത് നന്നായിട്ടേ വരുള്ളൂ അല്ലേ? നമ്മൾ വെറുതെ ടെൻഷനും അയ്യോ അത് ഇങ്ങനെ ശ്വാസം കിട്ടുമോ അല്ലേ, അങ്ങനത്തെ 100 ആശങ്കകളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും പാടുന്നത്. നമ്മൾ തന്നെ സ്വയം ആദ്യമേ എൻജോയ് ചെയ്തത് പെർഫോം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ബെസ്റ്റ് റിസൾട്ട് ചെയ്ത് വരുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമേ പാടുന്ന പാട്ട് നിങ്ങൾ എന്തായാലും നല്ലപോലെ പാടി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നിങ്ങളെ സ്വയം ആസ്വദിച്ച് എൻ്റെ പേരൻസും എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാടുന്നു എന്നുള്ളൊരു മനസ്സ് വെച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പാടുക. എക്സാക്ട്ലി. മോട്ടിവേഷൻ എന്ന വാക്കിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് വലിയ കൈയ്യടി. ശരി, ഇനി നിങ്ങൾക്ക് വേണ്ട റിയൽ മോട്ടിവേഷൻ എന്തായിരിക്കും? സീനിയേഴ്സിന്റെ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ ഒരു മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രീ ആവില്ലേ സീനിയേഴ്സ്? അപ്പൊ 5 പേരോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഫിനാലയിൽ 3 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. 3 റൗണ്ടുകൾ. ഓക്കെ, റെഡി? താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ന്റെ ഈ ഫിനാലെ വേദിയിലെ മത്സരങ്ങൾ ഇവിടെ തുടങ്ങുവാണ്. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. സ്വാഗതം ചെയ്യട്ടെ. ജഡ്ജസ് റെഡി? വി ആർ റെഡി. സീനിയേഴ്സ് റെഡി? ഞാൻ എന്റെ സ്വന്തം നാട്ടുകാരിയെ സ്വാഗതം ചെയ്യാൻ പോവാം. എന്റെ വീടിന്റെ കുറച്ചധികം ദൂരം, പക്ഷെ സെയിം ജില്ലയാണ്. തൃശ്ശൂരോ? തൃശ്ശൂര്. ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് നടക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം കീർത്തന. സഖി പൂവണിഞ്ഞു ഈ യമുനാ വീഥികളിൽ ഗാനമോ
പാടുക നീ രാഗദേവതയെന്ന പോലെ ആതിരരാവുകൾ പോലെ നാതിരുതിരുത തോന്നതോ തനനനന മാനസേശ്വരി മനോഹരി വരുതാതിരുതിരുത തോന്നതോ തനനനന മാനസേശ്വരി മനോഹരി വരൂ കീർത്തന എന്തായിരുന്നു കലക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജരിക്ക് എന്ത് തോന്നുന്നു? ഉഗ്രനായിരുന്നു. ആ താങ്ക് യു ചേച്ചി. സൂപ്പറായിരുന്നു, സൂപ്പർ. എനിക്ക് കീർത്തനയിൽ വന്ന മാറ്റം ശരിക്കും ആ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു മാറ്റമാണ്. അതിനൊരു വലിയ കൈയടി. താങ്ക് യു ചേച്ചി. ഓരോ ഘട്ടം കഴിയുന്തോറും ഇവര് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ശരിക്കും സന്തോഷമാണ്. കാരണം ഇത് ചുരുങ്ങിയ കാലയളവിലേക്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഒരു മാസത്തിൽ ഇതാണ് അവസ്ഥ എങ്കിൽ എന്തായിരിക്കും 2 മാസം 3 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോ എവിടെ എത്തും? ഡിസംബറിലൊന്ന് വരണേ. അതെ ഞങ്ങളൊന്ന് കാണണം, ആ വളർച്ചത് കാണണം. അതെ, ചാപ്റ്റർ 1-ലുള്ളവരൊക്കെ സിനിമയിൽ പാടി തുടങ്ങി. പാടി തുടങ്ങി. അപ്പൊ ചാപ്റ്റർ 2-ലുള്ള ആള് റെഡി ആയി കഴിഞ്ഞു. റെഡിയാണ്. റെഡിയാണ്. ഇനി എന്ത് അമിത്തെ എന്താണ് അമിത് ഇന്ന് വേറെ ചെത്ത് സ്റ്റൈലില്. അതെ കീർത്തനേക്കാളും കൂടുതൽ സ്റ്റൈലിൽ വരുന്ന അമിത്തിന്റെ ഫാൻസ്. പിന്നെ ഒരുപാട് അമിത്തിന്റെ ഫാൻസ് ഉണ്ട്. ഇല്ലല്ലേ? അത്രയില്ല. ഓ അവിടേക്ക് എത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. അമ്പോ. അപ്പൊ കീർത്തന സൂപ്പർ. താങ്ക് യു ചേച്ചി. മേടിച്ചേട്ടാ ഹേയ് കീർത്തന, സർ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഞാൻ ആലോചിക്കുന്നതേ, ഈ തുടങ്ങുമ്പോഴ് അടുക്കളക്കാരി, വീട്ടുകാരി, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് 1 month അതിനകം പാട്ടുകാരി, അതെ അതെ. അത് കഴിഞ്ഞാൽ പ്ലേ ബാക്ക് സിംഗർ അല്ലേ? താങ്ക് യു സർ. താങ്ക് യു. അപ്പോ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്കും ജഡ്ജസിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും. അപ്പൊ ഇതേപോലെ തന്നെ തുടരുക. കീർത്തനയോട് ഞാനൊന്നും പറഞ്ഞില്ല. അയ്യോ ചോദിച്ചില്ല. എടാ, എന്തൊക്കെയായിരുന്നു വന്നപ്പോ ഞാൻ മാച്ചിങ് വേഷമൊക്കെ ഇട്ട് ഇട്ട്. വന്നതാണ് എന്നൊക്കെ Come പറഞ്ഞ് on. ചുമ്മാ സോപ്പ്. എന്നിട്ട് വേഷം മാച്ചിങ് ആണ്. ഒരു പ്ലാസ്റ്റിക് പൂവൊക്കെ തന്നിട്ട് ഇപ്പൊ എന്നെ കണ്ട പോലും ഇല്ല. ശ്ശെ, മോശമായി പേടി. ഞാന് വിട്ടുപോയി. ശ്ശെ, ആ മഞ്ഞ തെറ്റായി പോയി. കണ്ണട ഊരിക്കും. മോശമായി പോയി, വളരെ മോശമായി പോയി. വളരെ മോശമായി. അതെ മിയ, ഇനി സ്വല്പം മോട്ടിവേഷൻ ആവാം. ആയിക്കോട്ടെ. മിയ, കണ്ടിന്യൂ. കീർത്തന യെസ് ചേച്ചി. ആരും കണ്ണ് വെക്കണ്ട. നല്ല രസമായിരുന്നു, നല്ല രസമായിരുന്നു. കീർത്തന ആദ്യമായിട്ടാണ് ഞാൻ പാടുന്ന കേൾക്കുന്നതും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു ഏരിയ ഒക്കെ പാടിയപ്പോഴത്തേക്കും വേണിച്ചേട്ടെ ഷീസ് ഗുഡ് യാർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവിടുന്ന്. അയ്യോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. Thank you, നല്ല ശബ്ദം, നല്ല പാട്ട്, നല്ല പ്ലസന്റ് ആയിട്ട് നിന്ന് നല്ല രസമായിട്ട് പാടി. താങ്ക് യു ഓ ചേച്ചി. എനിക്ക് വയ്യ. 2023 ഡിസംബറില് കീർത്തനയ്ക്ക് എന്താ പറയുന്നത്, ഒരു പുതിയ വാതിലാണ് തുറന്നു വരുന്നത്. അപ്പൊ 2024 മുതല് കീർത്തനയുടെ വർഷമാവട്ടെ. ആഹാ. താങ്ക് യു ചേച്ചി. എല്ലാ മ്യൂസിക് വൈസിനും കൊടുത്തിരിക്കുന്ന ഓഫർ നമുക്ക് ഇവിടെയും നടത്താം. ഹസ്ബൻഡിനെ വിളിക്കാം, അടുത്തേക്ക് വരൂ. അമിത് എന്തെങ്കിലും പാട്ട് പാടുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. മോളും ജസ്റ്റ് ആ അത്രേ ഉള്ളൂ. ഓക്കെ. കീർത്തന പാടി അമിത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞേ. അതൊരു തമിഴ് സോങ് ആണ്. അത് കേട്ടിട്ടാണ് ആദ്യം, അതാണ് വീണത്? അങ്ങനെ പറയാം. അതേത് പാട്ടാ? കല്യാണത്തേന്നില്ല എന്ന് പറഞ്ഞൊരു സോങ്. ഒരു രണ്ടുപേര് പാടിക്കും. അതെ. തെൻപാണ്ടിക്കൂടലാ ദേവാരപ്പാടലാ തീരാത ഊടലാ തേൻ സിന്തും കൂടലാ എന്നൻപ് കാതലാ എന്നാളും കൂടലാ ലാ 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 ലാ
കലക്കി പാട്ടൊന്ന് അടിപൊളി, അതെ അടിപൊളി. ഈ പാട്ട് കേട്ട് വീണതില് യാതൊരു സംശയവും സംശയമില്ല സംശയമില്ല. അതെ, ആ കാതലാന്നൊക്കെ വിളിച്ചപ്പോ അമിത്, അയ്യോ. ഞാൻ വരാം ഞാൻ. അതെ വരിയൊക്കെ ഒന്ന് മറന്നപ്പോ കൂടെ പാടി തുടങ്ങി. അത് കാണുമ്പോ വേണിച്ചാണ്ട് ഗൂസ് ബംസ് വന്നു. എന്തൊക്കെയാ അവിടെ നടക്കുന്നേ. അടിപൊളി. അമിത്തിനോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ കീർത്തനയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വേദി. ആ ഒരു വേദിയിൽ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, എല്ലാവരുടെ നല്ല കമന്റ്സ് കിട്ടുന്നു, ഫിനാലെ വരെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കീർത്തനയ്ക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കെട്ടണം തോന്നുന്നത്. അപ്പൊ എന്തായാലും കീർത്തന, നമ്മുടെ ഫിനാലയിലെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 2 റൗണ്ടുകളുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാധുര്യ, എന്തോ എന്റെ പേര് പഠിച്ചപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പേര് കിട്ടാത്തുള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ പേര്, പിന്നെ നിങ്ങളുടെ പേര് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ നമ്മള്. അപ്പൊ എന്തായാലും പേര് പഠിക്കുമല്ലോ. അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പൊ ലൈഫൊക്കെ ഫുൾ മാറി. അടിപൊളിയാണ്. ആ നമ്മളിപ്പോ പുറത്തു പോകുമ്പോഴും നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര വലിയൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത്. ഓക്കെ. അപ്പൊ മ്യൂസിക്കൽ വൈഫിന് അത്രയും വ്യൂവർഷിപ്പ് ഉണ്ടല്ലോ. വളരെ സന്തോഷം. ഒന്നുകൂടെ ആ പേരൊന്ന് പറയുന്നത് കേൾക്കണായിരുന്നു പ്ലീസ്. ഡെയിൻ, കം ഓൺ ഡെയിൻ. അതെന്താ പേര് തെറ്റിക്കുന്നതിന് ഫേമസ് ആണോ? ചില മാത്രല്ല വാ തുറന്നാൽ തെറ്റ്, അതാണ് എന്റെ ഒരു ലൈൻ. അതെപ്പോഴും മാധുര്യ എന്നുള്ള പേര് മാധുര്യ എന്ന് പറഞ്ഞു അത് സ്നേഹം കൊണ്ടാ, അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ഞാൻ മാധുന്ന് ആക്കിയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു. മാധുര്യ. ചേടാ തെറ്റാ. എന്താണത്? ദൈവതത്തിന്റെ ആരുടെ? ദൈവതം. ഓ, ആൾക്ക് അങ്ങനെ ഒരു ദായുണ്ട്. അല്ല, ഞാൻ കേട്ടിട്ടില്ല. അതാ, അതിലേക്ക് നമുക്ക് വരാം. നമ്മളിവിടെ ലൈഫ് ചേഞ്ചിങ്ങിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കല്ലേ. ചേഞ്ച് ആക്കല്ലേ പ്ലീസ്. ഓക്കെ ജഡ്ജസ്, ഇവിടെ ശ്രദ്ധിക്കൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം രഞ്ജിത.
റിൻഷിത കലക്കി. ഇപ്പോ പാടിയപ്പോഴാണ് കൂടുതൽ ടെൻഷൻ അടിച്ചത് അതോ പ്രിലിമിനറി റൗണ്ടിൽ ആദ്യ പെർഫോമൻസിലായിരുന്നു കൂടുതൽ ടെൻഷൻ അടിച്ചത്? എനിക്ക് തോന്നുന്നു ഓരോ ലെവലിൽ നമ്മൾ ടെൻഷൻ കുറയാണല്ലോ. കുറയുന്നുണ്ടോ? പക്ഷെ ഇപ്പൊ ഈ ലെവലിൽ എത്തിയപ്പോ ഗ്രാൻഡ് ഫിനാലെ അല്ലേ, അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാട്ടിനെ ബാധിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പാട്ട് നന്നായി പാടാൻ പറ്റി, പഠിച്ചതുപോലൊക്കെ തന്നെ പാടാൻ പറ്റി. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് ആരിൽ നിന്ന് തുടങ്ങണം? മഞ്ജരി വേണോ, വേണുചേട്ടൻ വേണോ, അതോ നമ്മുടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ. മിയ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിൻഷിതയുടെ പാട്ട്? പാട്ട് കേട്ടിട്ട് തീർന്ന ആ അവസാനത്തെ വാക്കുണ്ടല്ലോ, എന്നാലും ഞാൻ ഓർത്തു ഞാൻ അങ്ങ് ഓടി വന്നാലോ ഒന്ന്. കാരണം ഇത്രയും കാര്യമായിട്ട് വിളിക്കുക, എപ്പ വരും തിരികെ വരും, എന്ന് വരും നീ, എന്ന് വരും, ഞാൻ വരാം കെട്ടിപ്പിടിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വരൂ. ഇവിടെ നിറച്ച് മഞ്ഞും ക്രിസ്മസ് അപ്പൂപ്പനും ട്രീ ഒക്കെ ഉള്ള കാരണം കടന്നു വരും. വെറുതെ അത് മിയ അവിടെ പാട്ട് കേട്ടപ്പോ ആഗ്രഹിച്ചൊരു കാര്യമാണ്. റിൻഷിത എന്താണ് പറയാനുള്ളത്? മിയോട് പറഞ്ഞോളൂ. എന്താ പറയാ, നല്ല രസമായിട്ട് പാടി, നല്ല പാട്ട് അല്ലേ. ഈ പാട്ട് ആർക്കായാലും ഇഷ്ടപ്പെടാതിരിക്കുക, അത്രയും നല്ലൊരു പാട്ട്, നല്ല രസമായിട്ട് പാടി. ഫാമിലി ആണോ ആയിരിക്കുന്നത്? അതെ അതെ, ഹസ്ബൻഡ്, ഉമ്മ, ഹസ്ബൻഡിന്റെ പെങ്ങള്, അളിയന്, മക്കള് എല്ലാരും. ഓക്കെ. ആ ഗ്രീൻ സൽവാർ ഇട്ടിരിക്കുന്ന ആളാരാ? അത് ഹസ്ബൻഡിന്റെ പെങ്ങളാണ്. തുടക്കം മുതൽ എങ്ങനെ നോക്കിയത്, ഇങ്ങനെ ആളിങ്ങനെ ചിരിച്ച് പ്രസന്നമായിട്ടിരിക്കുന്നു. എപ്പോഴും ചിരിച്ചോണ്ടാണ്, പോസിറ്റീവ് വൈബാണ് താത്തന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ. അതെ അതെ, എല്ലാവർക്കും അതെയായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആ ചേച്ചിക്ക് നല്ലൊരു പ്രസന്ന മുഖമായിരുന്നു പാടുന്നതിന് മുമ്പേ തന്നെ. അപ്പൊ ഫാമിലിയുടെ റിയാക്ഷൻ ഞാൻ നോക്കിയപ്പോഴേ അവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടെ നന്നായിട്ട് പാടണേ അങ്ങനെയൊക്കെ ഒരു ഇതിലിരിക്കായിരുന്നു. നല്ല കാര്യമല്ലേ ഇതുപോലെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ കിട്ടിയത്. താത്തയൊക്കെ ഇപ്പൊ ഫിനാലയിലാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? അതിന്റെ സന്തോഷമാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് റിൻഷിതയുടെ പെർഫോമൻസ് കാണുന്നു അല്ലെ ഫിനാലെ വേദിയിൽ. അതിന്റെ സന്തോഷമായിരിക്കും എല്ലാവർക്കും. നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ, നല്ല പാട്ടായിരുന്നു, നല്ല രസമായിട്ട് പാടി. അപ്പൊ ഇനിയുള്ള 2 പാട്ടുകളും കൂടെ ഗംഭീരമായിട്ട് പാടണം കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവും. നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്ത് നന്നാവാൻ? എപ്പോഴും പറയുന്ന കാര്യമാണ് അതിഥി ദേവോ ഭവ. അതിഥിയെ ദൈവത്തെ പോലെ കാണണം എന്നാണല്ലോ. അതുപോലെ കാണണം. മഞ്ജരി ചേച്ചി ഡെയിൻ എന്ന് കണ്ടിട്ട് ഏതെങ്കിലും ക്യാരക്ടർ ഓർമ്മ വരുന്നുണ്ടോ? മിക്കി മൗസ്. അല്ലല്ല, ഞാൻ നല്ലൊരു കോമഡി ആയിരുന്നു കേട്ടോ. അത് ഏത് നാട്ടിലെ മിക്കി മൗസിനാ? ഈ നാട്ടിലെ മിക്കി മൗസ്. അതെന്താ ഇന്ന് ഈ മുണ്ടൊക്കെ ആയിട്ട്? ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു നസ്രാണി പയ്യനായിട്ട് വരാന്ന് വിചാരിച്ചു. എനിക്ക് കണ്ടപ്പോ നമ്മുടെ മാണിക്യക്കല്ലിലെ പൃഥ്വിരാജ് സാറിന്റെ ആ ഒരു വിനയ മാഷ്. ഞാൻ ഏത് വേഷിട്ടാലും അങ്ങനെ ഓരോരോ പല രൂപങ്ങളായിട്ട് തോന്നും. എല്ലാ സിനിമ നടന്മാരും ഒരേ ചായയിൽ വാർത്തെടുത്തു പോയി തന്നെ. ഞാൻ എന്ത് ചെയ്യാനാ? അതെ, എല്ലാരോടും കൂടി സബ്ജക്റ്റിൽ നിന്ന് തെറ്റി പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ ഇന്ന് ഉമ്മയും മോനും ഒക്കെ മഞ്ഞയിലാണല്ലോ. മാച്ചിങ് ആയിട്ട് പറഞ്ഞു ചെയ്തു വന്നാണോ? ഓ, ഞാൻ വിചാരിച്ചു ഞാൻ ഈ മഞ്ഞ കണ്ണാട വെച്ചതുകൊണ്ടാണെന്ന്. അതും എല്ലാം മഞ്ഞയാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലാരും ഒരു മഞ്ഞപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ആ മഞ്ഞ ഷൂവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററോട് കൂടി അവസാനിപ്പിച്ചു. അതായത് ഈ ഷോ കഴിഞ്ഞ് നിങ്ങൾക്ക് പച്ചപ്പിലോട്ട് എത്തണം. ഞാൻ ആ ചിരിക്കുമ്പോ മഞ്ഞ പല്ലും ഉണ്ടല്ലോ, അപ്പൊ എല്ലാം കൊണ്ടും നന്നായി. മഞ്ജരി, പാട്ടിനെ കുറിച്ച്. രഞ്ജിത, ഓ എന്തൊരു പാട്ട് എടുത്തുകൊണ്ട് വന്നേ. ഈ ഫിനാലേക്ക് പാടാൻ ഡ്യൂറ്റ് എടുത്തുകൊണ്ട് വന്ന് മറ്റേ ഒരു ബാഹുബലിയിലൊക്കെ എടുത്തിട്ട് വരുന്നില്ലേ, അതുപോലെ വലിയൊരു പാട്ട് നന്നായി പാടി രഞ്ജിത. ഞാൻ എപ്പോഴും രഞ്ജിതയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാല്, ഈ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഈ മോളിൽ ഇങ്ങനെ പാറി പറന്ന് നടന്നോളും. വളരെ എളുപ്പത്തിലെല്ലാം പിന്നെ അവിടെ അങ്ങ് പറന്ന് കളിക്കും. കുറച്ച് താഴോട്ടൊക്കെ പാടാനായിട്ട് ഒരു വലിയ ടെൻഷനാ, ഉള്ളില് ഭയങ്കരമായ ടെൻഷനാ. അത് തുടങ്ങുമ്പോഴേ ഉണ്ട്. എന്താണ് ഈ ഒരു പാട്ടിന്റെ സെലക്ഷന്റെ പിറകിലുള്ള രഹസ്യം? ഉമ്മയായിരുന്നോ സെലക്ഷൻ അതോ റിൻഷിതയുടെ സ്വന്തം തീരുമാനമായിരുന്നോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ നമ്മള് ഗ്രാൻഡ് ഫിനാലെ അല്ലേ, അപ്പൊ നമ്മള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാവും വേണം എന്നാ കുറച്ച് എന്ന് വെച്ചാല് കൊറേ ആയിപ്പോയി. അത് ഒരുപാട് എന്ന് വെച്ചാല് 2 പേര് പാടിയ ഒരു പാട്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് പാടിയത്. നന്നായിരുന്നു. ഞാനൊരു കാര്യം കേട്ടല്ലോ, പാട്ട് പഠിക്കാത്ത ആളാണെന്നല്ലേ? വീട്ടിൽ ആർക്കാ അങ്ങനെ പാട്ടിനോട് ഇഷ്ടം ഉണ്ടായിരുന്നേ? ഇമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പാടുമായിരുന്നു. പിന്നെ അന്നൊന്നും ഇങ്ങനെ പാട്ട് പഠിക്കാനായിട്ട് പോയില്ല. ഇല്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല. പാടും ഇങ്ങനെ മൂളിപ്പാട്ട് ഇങ്ങനെ പാടി പാടി ആ ഒരു ഇതാണ് കിട്ടിയത് എനിക്ക്.
മൂളിപ്പാട്ടിൽ നിന്ന് ഇവിടുത്തെ ഫിനാലെ വരെ എത്തിയിരിക്കുകയാണ്. പിന്നല്ല. പിന്നെ നേരത്തെ മഞ്ചേരി പറഞ്ഞല്ലോ ഡ്യുവറ്റ് ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണ് ഒറ്റയ്ക്ക് പാടിയെന്ന്. അതെ. സത്യത്തിൽ ഇവിടെ രണ്ടുപേരുണ്ട്. ഉണ്ടല്ലോ. മറന്നോ വേണിച്ചേട്ടാ? ഇല്ല 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 ഇല്ല, അത് ഓർമ്മയില്ലെന്നാ ഉദ്ദേശിച്ചത്. ഇല്ല, ഓർമ്മയില്ല. വേണിച്ചേട്ടാ വയറിൽ ഒരാളുണ്ട്. ആ, അതൊക്കെ മറന്നോ? ക്രിസ്മസ് ആയപ്പോഴേക്കും. ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിൽ അതൊക്കെ മറന്നോ? അപ്പൊ രണ്ടുപേരായിട്ടാണ് പാടിയിരിക്കുന്നത്. ഡ്യുവറ്റ് ആയിട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. ഡ്യുവറ്റ് കുഴപ്പമില്ല, സെറ്റാണ്. ശരി വേണിച്ചേട്ടാ. റൺഷി, ഓ ഇങ്ങനെ വിളിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ എല്ലാരും റിൻഷിന്ന, പക്ഷെ സാറ് വിളിക്കുമ്പോ ഒരു പ്രത്യേക ഒരു ഓഹോ. റിൻഷി ദാ ചേർക്കാനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് റിൻഷി, വെരി സിമ്പിൾ. റിൻഷി, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ഒരേ ഒരു കാര്യം, ഈ ലോ ഒക്ടേവ്സ് ആണ് തുടക്കം, ബിഗിനിങ്. അവിടെ ഒരു ഹൈയില് വന്നിട്ട് പിന്നെ പെട്ടെന്ന് യുവർ വോയിസ് ഹിസ് മിഡ് ആൻഡ് ഹൈ. അപ്പോൾ ഈ ഒരു ബിഗിനിങ് ഒരു ചെറിയൊരു ഷേക്ക് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ലൈറ്റ് ഒരിടത്ത് ഒരു വേർഡ് ഒന്ന് മാറി. ഏതാ അറിയാമോ? നീയില്ല ജന്മമുണ്ടോ, നീ അറിയാ യാത്രയുണ്ട്. അവിടെ നീയില്ല, അത് രണ്ടു തീ അറിയാ, ശരി, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, സൂപ്പർ. കേട്ടോ? താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും റിൻഷിതയുടെ പാട്ടിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ഇനി റിൻഷിതയെ ജഡ്ജ് ചെയ്യാനുള്ള ഒരാളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ആയിക്കോട്ടെ, നമുക്ക് സ്വാഗതം ചെയ്യാം. ഹസ്ബൻഡ് എന്താണ് ഇക്കാനെ വിളിക്കുന്നത്? ചിഞ്ചു കാക്ക. ചിഞ്ചു കാക്കനെ എന്ന് വിളിച്ചോ. ഒരുപാട് സ്നേഹത്തോട് വീട്ടിലൊക്കെ വിളിക്കുന്ന പോലെ വിളിച്ചോളൂ. നമസ്കാരം, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ടായിരുന്നു വൈഫിന്റെ സോങ്? ദാ ഫിനാലെ വേദിയാണ്. തുടക്കം തൊട്ടുള്ള ഈ യാത്ര കാണുന്ന ഒരാളാണ്. ഇവിടെ ഈ ഫിനാലെ വേദിയിൽ എത്തി നിൽക്കുമ്പോഴുള്ള മാറ്റം എന്താണ്? ഈ ഒരു വേദിയില് ഒരു പാട്ട് പാടാനാണ് റിൻഷിത വന്നത്. പിന്നെ ഇത്രയും ആയത് തന്നെ വലിയ ഭാഗ്യാണ്. പിന്നെ ഇത്ര വലിയ 2 ജഡ്ജസ്മാര്, ഇത്ര വലിയ ഫ്ലോറ്, പിന്നെ പാട്ടിനെ കുറിച്ച് ആദ്യം പഠിപ്പിച്ച ആള് 2 വലിയ ജഡ്ജസ്മാരാണ്. അതൊക്കെ കുറച്ചൊരു അഹങ്കാരത്തോടു കൂടി തന്നെ പറയാം. ചേട്ടനും അഭിമാനിക്കാം, പാട്ട് പഠിക്കാത്ത ആളെ ഞാൻ പഠിപ്പിച്ചൊരു നിലയിലാക്കി അല്ലേ, ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു വലിയ മോട്ടിവേഷൻ ആണ് ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നും കിട്ടുന്നത്. റിൻഷിതയോടല്ല ഒരു ചോദ്യം ഉള്ളത്, എനിക്ക് ഇക്കയോടാണ്. ഇക്ക, ഡിസംബർ മാസം റിൻഷിതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു മാസമാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. എന്തുകൊണ്ടാണ്? സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. അതില് ഫസ്റ്റ് എനിക്ക് ഡിസംബർ 5-നാണ് ഈ ഭാഗ്യം കിട്ടിയത്. കല്യാണം. അതെ. പിന്നെ ഡിസംബർ 20 ഗസൽ ഗയാൻ മോൻ ജനിച്ചു. ഓക്കെ. പിന്നെ ഡിസംബറിൽ വേറൊരു വിശേഷം കൂടി വന്നു. അപ്പോ എല്ലാം കൊണ്ടും ഡിസംബർ ഫാമിലി. ഡിസംബർ തന്നെയാണ് ഇങ്ങനെ ഒരു വലിയൊരു ഫ്ലോറിൽ അവൾക്ക് പാടാൻ പറ്റിയതും. ഈ ഒരു ഡിസംബർ മാസത്തിലാണ് ഇവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും നമ്മുടെ ഷോ ഏറ്റവും വലിയ വിഷമം നടന്നതും ഡിസംബറിലായിരുന്നു. അതെന്തായിരുന്നു? ഉപ്പാന്റെ മരണം ഡിസംബർ 4 ഉപ്പാടെ മരണം. എല്ലാം ഒരു ഡിസംബറാണ്. അപ്പൊ ഡിസംബർ മാസം വിന്നർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി ആയിരിക്കില്ലേ ഡിസംബറിൽ കിട്ടുന്ന സന്തോഷങ്ങൾ? അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ താങ്ക് യു. അപ്പൊ കൊണ്ടുപോക്കോളൂ. രണ്ടുപേരും ഒരു വഴിക്ക് പോക്കോളൂ. രണ്ടുപേരും 2 വഴിക്ക് വിടുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തി? എല്ലാരും റെഡും പല പല കളറുകളുണ്ട്, എന്നാലും റെഡ് ഉണ്ട് കൂടുതൽ. അപ്പൊ എവിടെ വരെ എത്തി നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് അടിപൊളിയായിട്ട് പോകുന്നു. ഞങ്ങള് പിന്നെ ഫൈനൽ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ മത്സരം കാണാൻ വേണ്ടിട്ടാണോ? കാരണം അവിടെ നിൽക്കുമ്പോൾ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ടെൻഷൻ ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ നമ്മള് ഫ്രീ ആണ്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ നിങ്ങളാണോ? ഫ്ലവേഴ്സിൽ വിളിക്കുമ്പോ തന്നെ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങള് ഭയങ്കര കൂട്ടായി. പിന്നെ നമ്മുടെ ജഡ്ജസിനെ കാണാം, ഡേഞ്ചർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ നാളെ ഒരാള് കണ്ടിട്ട്, അയ്യോ നിങ്ങളെ എനിക്കറിയാം, നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയൂ. ഞാൻ പറയട്ടെ, MG വേണുഗോപാൽ. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ MG ശ്രീകുമാറാണ്. അത് ഈ ഷോ കണ്ടിട്ടാണോ?
ആയിരിക്കാം. ഇനിയിപ്പോ ഞാൻ തെറ്റി പേര് വിളിക്കുന്നത് കേട്ടിട്ടാണ്. എല്ലാവരും ഇവിടെ തന്നെയാണല്ലോ, എം ജി ശ്രീകുമാറും ജീവേണു പോലെ. അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നതായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? മിയ, വേണിച്ചേട്ടാ, മഞ്ജരി, അതാ നല്ലത്. റെഡി അല്ലേ? ഇപ്പോ ഇനി അടുത്തത് പെർഫോമൻസ് റൗണ്ട് ആണ്. പെർഫോമൻസ് റൗണ്ടിൽ അടുത്തതായി മത്സരിക്കാൻ വരുന്നു നമ്മുടെ സ്വന്തം ശ്രീകുട്ടി. കാവ്യശകുന്തളയോ ഓമർഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ അരേ ബാബ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി. നല്ല നാളിന്റെ ആശംസയേകും രാജഹംസങ്ങളെ, ശ്യാമവാനിന്റെ സംഗീതമേകും പുഷ്പമൗനങ്ങളെ, ഈ കരങ്ങളിൽ വന്നുകൂടുമോ ഇലയങ്ങളിൽ നൃത്തമാടുമോ ഇന്നുദിക്കും അമ്പിളിക്കു ജന്മനാൾ, ഇന്നവൾക്കു കൈനിറച്ചു ചെണ്ടുകൾ, ഇന്നുദിക്കും അമ്പിളിക്കു ജന്മനാൾ ജന്മനാൾക്ക് കൈനിറച്ചു ചെണ്ടുകൾ. ബാപ്പ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി. കാവ്യശകുന്തളയോ ഓമർഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ ആഹാ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി. ലാ 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 ലാ
ശ്രീകുട്ടി ഗംഭീരം. thank you. ഇപ്പോഴാണ് നമ്മുടെ സെലിബ്രേഷനിൽ ഒന്ന് ആഘോഷം ഒന്ന് ഡബിൾ ആയതല്ലേ? ശരിക്കും പെർഫോമൻസ് റൗണ്ട് വരുമ്പോഴാണ് നമുക്കൊക്കെ ഒന്ന് എനർജി കേറുന്നത്. തകർത്തോ? അത്യാവശ്യം തകർത്തെന്നാണ് തകർക്കാൻ എനിക്ക് തോന്നുന്നത്. ശ്രീകുട്ടിക്ക് എന്ത് തോന്നുന്നു സ്വന്തമായി വിലയിരുത്തുമ്പോൾ? തീർച്ചയായിട്ടും തകർക്കാൻ പറ്റി. തകർക്കാൻ പറ്റി. ശരി, നമുക്ക് വിശദമായിട്ട് വേണുചാനോട് ചോദിക്കാം. വേണുചേട്ടാ, സൂപ്പർ താങ്ക് യു സർ, താങ്ക് യു സോ സൂപ്പർ മച്ച്. സുന്ദരി. താങ്ക് യു സർ. അതെ, ഏത് പാട്ട് എടുത്താലും പാടിയാലും അതിലേക്ക് ആൾക്കാരെ ലിസണേഴ്സ് ജഡ്ജസ് കൊണ്ടുവരാനുള്ള കഴിവ് യു ഹാവ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. മഞ്ജലി, എന്റെ അമ്മോ, ഓ ഈ അല്ല ഓ ആ അങ്ങനെ അങ്ങനെ താവോ. താളട്ടന്നതാ. ഈ പാട്ട് എപ്പോ കേട്ടാലും നമ്മളെല്ലാരും ഒന്ന് എണീറ്റ് ഡാൻസ് കളിച്ചു. അതെ, ശ്രീകുമാർ സാറ് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു എനർജി ഉണ്ടല്ലോ ഈ പാട്ടില്. ആ ലാലേട്ടന്റെ എന്തായിരുന്നു? അയ്യോ അയ്യോ അയ്യോ, അതൊക്കെ ഗംഭീരായിരുന്നു. ശ്രീകുട്ടി ശരിക്കും ഒരു ഫൺ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. ഗംഭീരായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എന്താണ് എക്സ്പ്രഷൻ ഒക്കെ കൊടുത്ത് അതിന്റെ ഇടയിൽ ഇത് പാടാൻ കുറച്ച് പാടാ. ഒന്നാമത് മെയിൽ സോങ്ങാ, അപ്പൊ ഒരു മെയിൽ എനർജി എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. അത് ആ എനർജി ഒരു ഫീമെയിൽ വോയിസിൽ കൊണ്ടുവന്നു. താങ്ക് യു, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ സുരസുന്ദരി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നേരത്തെ മഞ്ജരി പറഞ്ഞ പോലെ ഈ പാട്ട് എപ്പോ കേട്ട് കഴിഞ്ഞാലും ആർക്കായാലും ഒന്ന് ഡാൻസ് കളിക്കാൻ തോന്നും. പിന്നെ അത് അതേപോലെ തന്നെ അനുവർത്തമാക്കി മിയ പാട്ട് കേട്ടപ്പോ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല നിങ്ങളോട് വേണുചേട്ടനെ നോക്കണായിരുന്നു. ഇങ്ങനെ ശരി മിയ, എങ്ങനെയുണ്ടായിരുന്നു? ആസ്വദിച്ചു എന്ന് മനസ്സിലായി. അയ്യോ ശരിക്കും എൻജോയ് ചെയ്തു. എന്താ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഫൺ പാട്ടായിരുന്നു, ഫൺ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ഫൺ നമുക്ക് കിട്ടിയ ഓഡിയൻസിന് കൊടുക്കേണ്ട ആ ഒരു ഫൺ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു എനർജി ശരിക്കും അത് നല്ല പോലെ ഉണ്ടായിരുന്നു. അതേപോലെ അവരുടെ കൂടെ ഇങ്ങനെ മാച്ച് ചെയ്ത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ ചെയ്തു. പാട്ടിന് കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ ചെറുതായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്ത് എനിക്ക് ആ ചില സമയത്ത് ആഹാ വാ വാ മനോരഞ്ജൻ ആ വിളിയൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ വിളിയൊക്കെ. എല്ലാവരും ഒന്നിങ്ങനെ ആവാതിരിക്കത്തില്ല. അത് ഈ പാട്ടിന്റെ ഒരു മാജിക് ആണ്. അത് ശ്രീകുട്ടിക്കും മാജിക് തരും. പാടിയത് ശ്രീകുട്ടൻ, ഇവിടെ പാടിയത് ശ്രീകുട്ടി. അതിന്റെ ഇടയിൽ വേറൊരു കാര്യമുണ്ട്. ആ നടുക്കിരിക്കുന്ന ആളെ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ സാറേ? പോലീസ് സ്റ്റേഷനില് അതാണോ? അതല്ല, അതുപോലെ അതല്ല, അതാണ് അതിന്റെ ഉത്തരം. തോന്നുന്നില്ല, അതാണ് ഉത്തരം. അങ്ങനെ പറയണം. അതുപോലെ തോന്നിക്കുന്ന വേറൊരാൾ. പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ശ്രീകുട്ടിയുടെ അമ്മയുടെ ചിരിയാണ്. ഫുൾ ടൈം ചിരിയാ. എലിമിനേഷൻ ആയാലും ചിരി, ഫുൾ ടൈം ചിരി. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും മഞ്ജരിയും മീയും, ഇതൊരു ഹൗസ് വൈഫ്സിന്റെ ഒരു ഷോ ആണല്ലോ, മ്യൂസിക്കൽ വൈഫ്. നിങ്ങൾ രണ്ടുപേരും വീട്ടമ്മമാരാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ചിട്ടകളൊക്കെ എങ്ങനെയാണ്? കളങ്കമില്ലാത്ത സ്നേഹം കാണിക്കുക ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്. അത് മാത്രം മതി. ഓക്കെ ഓക്കെ ഓക്കെ. വേണുചാറിന്റെ തിരിച്ചെന്തേലും പറയാനുണ്ടോ? അതായത് ഭാര്യമാരോട് നിഷ്കളങ്കമായ സ്നേഹം വേണമെന്നാണ് ഒരു ഭാര്യ പറയുന്നത്. അപ്പൊ ഒരു ഭർത്താവിന് എന്തെങ്കിലും മാറ്റി പറയാനുണ്ടോ? ഞാൻ ഒന്നും പറയില്ല, ഒന്നും പറയാനില്ല. എനിക്ക് ആരെയും ഉപദേശിച്ച് കുഴിച്ചടിക്കാനില്ലെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മുതല് ഒരു പുതിയൊരാളായി മാറാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ആൾക്ക് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാൻ പാടുള്ളൂ. സോ ബേസിക്കലി കല്യാണം കഴിക്കുമ്പോ ആ ആളായിട്ട് തന്നെ അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഒട്ടും പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചെറിയ മാറ്റം വരുത്തിയാൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ പറയുക. അല്ലാണ്ട് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയാവത്തില്ല. ഡെയ്നാമ്മ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഞാനത് ആലോചിക്കുമ്പോൾ കെട്ടണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. ശരി ശ്രീകുട്ടി, ശ്രീകുട്ടി ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും തല അനക്കുന്നുണ്ടായിരുന്നു. ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്, ഹാപ്പി ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടിക്ക് എന്തെങ്കിലും പുതിയ ടിപ്പ് ഇവർ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും? അയ്യോ ഇല്ല. ശ്രീകുട്ടി എങ്ങനെയാണ് ഭർത്താവായിട്ടുള്ള ഒരു വൈബ് എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ രണ്ടുപേരും സ്വയം മനസ്സിലാക്കി മാറിയിട്ടുണ്ടോ? നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല മേജിച്ച് പറഞ്ഞ പോലെ തന്നെ ആൾക്ക് അല്ല. ഒരു കാര്യം, ഇത് അദ്ദേഹത്തെ കൂടെ നിർത്തി തന്നെ പറയാം. കടന്നു വരൂ.
മോളുടെ പേരെന്താ? ശ്രീശങ്കരി. ശ്രീശങ്കരി. ശങ്കരി. ശരി ശ്രീകുട്ടി, എന്തായാലും ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്, തുടങ്ങിക്കോളൂ. ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോ അതിന്റെ ഒരു പക്വതക്കുറവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പുള്ളി അതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പുള്ളിയായിട്ടുള്ള ലൈഫില്. മറുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇപ്പൊ നേരത്തെ ശ്രീകുട്ടി പറഞ്ഞു വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. പക്ഷെ ഞാൻ ഒരു കഥ കേട്ടു, നമ്മള് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമല്ലോ, അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വണ്ടി എടുത്ത് റോട്ടിൽ പോകുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ഒരുപാട് ദേഷ്യം വരാണ്. അങ്ങനെ നടു റോട്ടിൽ ആ വണ്ടി നിർത്തി അദ്ദേഹം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാനാണ് ഇറങ്ങിപ്പോയത്. ആണോ? എന്തായത്? ഡ്രൈവിംഗ് എനിക്ക് ഇപ്പോഴും കാർ ഡ്രൈവിംഗ്, 2 വീലർ കുഴപ്പമില്ല, കാർ ഓടിക്കാൻ നല്ല പേടിയാണ് ഇപ്പോഴും. അതെ. അപ്പോ എനിക്ക് മെയിൻ ആയിട്ട് സ്റ്റിയറിംഗ് ബാലൻസിന്റെ ഒരു പ്രശ്നം കാരണം നല്ലോണം കേട്ടിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടതായിരുന്നു. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഗിയർ മാറ്റേണ്ടതായിരുന്നു. അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആ സമയത്ത് ഏട്ടനന്ന് ബ്രേക്ക് അല്ല ക്ലച്ച് പിടിക്കായിരുന്നില്ലേ, ഒന്ന് എനിക്ക് പറഞ്ഞു തരായിരുന്നില്ലേ? അങ്ങനത്തെ ചേട്ടൻ ക്ലച്ച് ചവിട്ടായിരുന്നില്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യില്ലേ? ശരി, എന്താണ് ശരിക്കും റിയൽ വേർഷൻ? അതെ, റിയൽ വേർഷൻ പറഞ്ഞോളൂ. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? റിയൽ വേർഷൻ ഞാൻ പഠിപ്പിക്കാൻ നോക്കിയതാണ് ഡ്രൈവിംഗ്. ആൾക്ക് ഇഷ്ടമായില്ല. ഇതുപോലെ ക്ലച്ച് ഔട്ടാൻ നമ്മുടെ കയറില്ലല്ലോ. എന്നിട്ട് ഡ്രൈവിംഗ് പഠിച്ചു. തോറ്റു. നിലവില് ഞാൻ എടുക്കുന്നുണ്ട്, എന്നാലും കോൺഫിഡൻസ് കുറവുണ്ട്. അതെ. പെൺപിള്ളേര് ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണെങ്കിൽ അച്ഛന്റെ കൂടെയും ആങ്ങളയുടെ കൂടെയും കെട്ടിയോന്റെ കൂടെയും ഡ്രൈവിംഗ് പഠിക്കാൻ പോകരുത്. കാരണം ഇവര് നമ്മളെ ചീത്ത വിളിച്ച് കൊല്ലും. ഡ്രൈവിംഗ് അറിയാവുന്ന ഭാര്യമാരുടെ കൂടെ ഭർത്താവ് വണ്ടി ഓടിക്കുമ്പോ ഒന്ന് ചവിട്ടിക്കൂടെ, പതുക്കെ പോ, സ്പീഡിൽ പോ, അതുവഴി എന്നോട് സ്ഥിരം പറയുന്ന ഒരു കാര്യം, നോക്കൂ ആ സൈക്കിളൊക്കെ നമ്മുടെ മുമ്പിൽ പോകും. ഈ സൈക്കിൾ നമ്മളല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഫിനാലയിൽ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ് നമ്മുടെ 3 ജഡ്ജസും പറഞ്ഞിട്ടുള്ളത്. ഹസ്ബൻഡ് ഇവിടെ എത്തി, ഹാപ്പി ആയി അല്ലേ? അപ്പോ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഇനിയും രണ്ട് റൗണ്ടുകൾ കൂടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഒരുമിച്ച് ഫാമിലി ആയിട്ട് പൊക്കോളൂ. ശങ്കരി ടാറ്റ കൊടുക്ക്.